നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. 20th ക്വസ്റ്റ്യൻ നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ലെസണിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കറണ്ട് ഓഫ് 5 ആംപിയർ flows in a square loop of side 1 meter placed in air. The magnetic field at the center of the loop is x√2 into 10⁻⁻7 Tesla. The value of x is എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളെ കയ്യിൽ ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ട്. അല്ലേ? ഈ സ്ക്വയർ ലൂപ്പിൽ സപ്പോസ് ഇതിൻ്റെ സൈഡ് 1 ആണ്. So it carries a current along this direction. ഓക്കെ, ഇത് ഞാൻ പേര് കൊടുക്കാം എ ഓർ PQRS. PQRS അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 4 സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ട്. PQ, QR, RS, SP അല്ലേ? ഈ 4 സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സും ഈ സെൻറ്ററിൽ എന്തുണ്ടാക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ശരിയല്ലേ? അപ്പോൾ ആ സെൻറ്ററിൽ നമുക്ക് എത്ര മാഗ്നറ്റിക് ഫീൽഡ് വരും? 4 മാഗ്നറ്റിക് ഫീൽഡുകൾ വരും അല്ലേ? അപ്പം നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ 4 മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എന്തായിരിക്കും? റിസൾട്ടൻ്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾ നോക്കിയാൽ ഈ PQ, PS, SR, RQ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ 4 പേരും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും അല്ലേ? ഇനി ഡയറക്ഷൻ സെയിം ആണെന്ന് മാത്രമല്ല മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ 4 മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണ് അല്ലേ? അപ്പം ഡയറക്ഷൻ സെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്യണം അല്ലേ? B1 + B2 + B3 + B4 ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ട് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ PQ എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കുന്ന ഫീൽഡ് B1 ആണെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 4 ടൈംസ് B1 ആണ്. ശരിയല്ലേ? ആ B1 ഉണ്ടാക്കുന്ന ഫീൽഡ് കാണാൻ അല്ലേ നമുക്കറിയാം ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയാ വരിക? ഈ ലെങ്ത്ത്, ഇവൻ്റെ ലെങ്ത്ത് L ആണെങ്കിൽ ഇത് L/2 അല്ലേ വരിക അല്ലേ? ദെൻ നമ്മൾ പഠിച്ചിട്ടില്ലേ ഈ ഡിസ്റ്റൻസ് R എന്ന് അല്ലേ? ഈ വയറിന്ന് R ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ഇനി നോക്ക്, ഈ എൻഡിൽ നിന്ന് ഇവിടേക്ക് നമ്മളൊരു ലൈൻ വരച്ചു അല്ലേ? ഇവിടുന്ന് ഇപ്പുറത്തേക്ക് നമ്മളൊരു ലൈൻ വരച്ചു അല്ലേ? ഈ ആംഗിൾ എത്രയാ വരിക? ഈ ആംഗിൾ π/4 ആണ്, ഈ ആംഗിളും π/4 ആണ് അല്ലേ? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ, നമ്മുടെ ഇക്വേഷൻ എന്താ? B എന്ന് പറയുന്നത് μ0I/4πr ഇൻറ്റു sin φ1 + sin φ2 എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ഈ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ കേസിൽ φ1ൻ്റെ വാല്യൂ π/4 അല്ലേ? φ2ൻ്റെ വാല്യൂ π/4 അല്ലേ? അപ്പോൾ ഈ B1ൻ്റെ സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് 4 ഇൻറ്റു ആ B1 എന്ന് പറയുന്നത് μ0I/4π ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. ഈ L നമുക്ക് 1 തന്നിട്ടുണ്ട്. സോ R = 1/2 അല്ലേ? സോ 4π ഇൻറ്റു 1/2 ഇൻറ്റു sin 45 പ്ലസ് sin 45 എന്ന് വരും. ശരിയല്ലേ? സോ നമ്മൾ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 4 ഇൻറ്റു ആ μ0ൻ്റെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു കറണ്ട് 5 ആണ് ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 1/2 ഇൻറ്റു 1/√2 പ്ലസ് 1/√2 എന്ന് വരും അല്ലേ? ഈ 4π കട്ട് ചെയ്തു, ഈ 2 മുകളിലേക്ക് വന്നു. അപ്പോൾ 4 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻7 അല്ലേ? ഇൻറ്റു 2/√2 എന്ന് വരും. ശരിയല്ലേ? സോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഇത് കട്ട് ചെയ്തു, മുകളിൽ √2 വരും അല്ലേ? സോ എത്രയാണ് വരുന്നത്? സോ ദാറ്റ്സ് ഈക്വൽ ടു 40 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു √2 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് മീൻസ് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 40√2 ഇൻറ്റു 10⁻⁻7 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് അല്ലേ? പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് എത്രയാണ് അല്ലേ? അവർ പറയുന്നത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് x ഇൻറ്റു √2 ഇൻറ്റു 10⁻⁻7 എന്നാണ് അല്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 40 ആണ് എക്സിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ 40 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ.